സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. അവളുടെ റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോട്ടെ. ഹായ് ഫ്രണ്ട്സ്, DD വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ്. അതൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് നമ്മളുടെ ദിയമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഇൻ ദ ലൈഫ് എന്നാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ദിയമോൾ ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെയാണ് ദിയമോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നിക്കി മോക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിക്കിക്ക് പെഡിഗ്രി കൊടുക്കും. ഓക്കെ, നമ്മൾ ഇത്ര പെഡിഗ്രിയാണ് കൊടുക്കുക. ഇത് നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ എനിക്ക് പെഡിഗ്രി കഴിച്ചോളൂ. ഇപ്പം എനിക്ക് പെഡിഗ്രി ഇഷ്ടമല്ല. അപ്പം എനിക്ക് ബിസ്ക്കറ്റ് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് കൊടുക്കാറ്. എനിക്ക് അവിടെ കിടന്ന കരയുന്നുണ്ട് കേട്ടോ. നമ്മൾ പോവുകയാണ് വിചാരിച്ചിട്ട്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവുകയാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കരയുണ്ട്. ഓക്കെ, ആദ്യം ഞങ്ങൾ ഇങ്ങനെ ബിസ്ക്കറ്റ് മാത്രം കൊടുത്തപ്പോൾ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കഴിച്ചില്ല. ഇവിടെ ഒരു പൂച്ചക്കുട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പം 2 പൂച്ചക്കുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ മാത്രം കൊണ്ടുപോയിട്ടില്ല. പാവമുണ്ട്, കരയുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചാടില്ലടി. അവിടെ കെണ്ണടി. നിക്കി കണ്ടു തോന്നുന്നു. നിക്കി അതാ വരയ്ക്കണത്. നമ്മൾ നിക്കിക്ക് കാണിച്ചു കൊടുക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിക്കോളൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ മാത്രമേ അത് ഉണരുള്ളൂ. അപ്പം ഇന്ന് അമ്മമ്മയും അച്ഛനും മാമയും കുഞ്ഞാവയും മാമനും ഒക്കെ ഇന്ന് വരും. അപ്പോൾ ഫ്രണ്ട്സ്, ദിയമോളുടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പീരീഡ് ഉണ്ട്. അത് 9:45 തുടങ്ങി. ക്ലാസ് തുടങ്ങി. വാ. അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം പോയി ഫുഡ് കഴിക്കട്ടെ. സെക്കൻഡ് പീരീഡ് തന്നെ തുടങ്ങി. മൗസിന്റെ ചിത്രം വരയ്ക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ദിയമോളുടെ സെക്കൻഡ് പീരീഡും കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ പഠിപ്പിച്ചതാ. ദിയമോൾക്ക് ടീച്ചർ പഠിപ്പിച്ചതാണ് പിന്നെ കളർ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമുക്ക് ബുക്കിൽ എഴുതി. അത് നമുക്ക് ഡ്രോയിങ് ബുക്കിൽ എഴുതാം. എന്നിട്ട് നമ്മൾ കളർ കൊടുക്കാം. ഓക്കെ മാഡം. എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങണം. കേക്ക് മുറിക്കണ്ടേ നമുക്ക്? എനിക്ക് നേരത്തെ കരയണ ഒച്ച. അപ്പൊ ക്ലാസ് ടൈമില് എനിക്ക് കരയണ ഒച്ച കിട്ടും. അപ്പൊ എന്താ ഇങ്ങനെ നോക്കാം. എന്തിനാ എനിക്ക് കരയണത്? ഞാൻ വിചാരിച്ചു പാമ്പെങ്ങാനും വന്നിട്ടുണ്ടെന്ന്. ദിയമോളെ ബർത്ത്ഡേ ആണ് ഗൈസ് ഇന്ന്. അപ്പൊ ഞങ്ങൾ ഇന്ന് ദിയമോളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചീന്റെ ഇന്നൊരു ദിവസം ചേച്ചീന്റെ ബർത്ത്ഡേക്ക് നല്ല ആഘോഷിച്ചു. അന്നേ അവള് പറയുന്നു, ദേവന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോ തന്നെ പറയുന്നു എന്റെ ബർത്ത്ഡേ ഇതുപോലെ ആഘോഷിക്കണം എന്ന് പറയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെ കൊറോണ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് തന്നെയാണ്. അപ്പൊ നമ്മള് ചെറുതായിട്ട് ഇന്നൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ മാത്രമേ ഉള്ളൂ. യെസ്, പിന്നെ നിങ്ങളും. അതുകൊണ്ടാണ് ഇന്ന് ഡേ മൈ ലൈഫ് എടുത്ത് ഇന്ന് നിങ്ങളും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിട്ട്. എന്റെ ഫോണ് നിലത്തിട്ട് ഗൈസ് കണ്ടോ. ആ സ്റ്റാൻഡിൽ നിന്ന് ദിയമോൾ എന്റെ ഫോണ് നിലത്തിട്ട് പൊട്ടിച്ചു ഗൈസ്. ഇവിടെ ഈ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് നിലത്തിയാടിയതാ, പൊട്ടിയില്ല. അപ്പൊ ഗൈസ് ഗിഫ്റ്റ് വാങ്ങാൻ പോണേ ഉള്ളൂ.
അവരുടെ അടുക്കളയിലാണ് അവര് അടുക്കളയിലാണ് കേട്ടോ. നിക്കിമോളുണ്ട്, നിക്കിമോളെ എവിടെയാ അറിയില്ല. അപ്പോൾ പുറത്തുണ്ടാവും നോക്കാം. പുറത്തുമില്ല, പുറത്തുമില്ല, മേളിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അമ്മയും പപ്പയും അവിടെ എന്തോ ഒരു പണിയിലാണ്. ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടോ ബിരിയാണി നെയ്ച്ചോറ് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. ചിക്കനാ ബിരിയാണിയാ? ചിക്കനാണോ ബിരിയാണിയാണോ? ഇത് ഉള്ളി രണ്ടിലും ചിക്കനിലും ഉണ്ട് ബിരിയാണി. ബിരിയാണി അല്ല, ഇന്ന് നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ ബിരിയാണിയോ അല്ലെങ്കിൽ മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. നെയ്ച്ചോറും ഒരു പ്രത്യേക തരം ചിക്കൻ കറിയും കടായി ആണെന്ന് പറയാം. അത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പപ്പയ്ക്ക് അറിയുള്ളൂ. ഞാൻ നെയ്ച്ചോറിന്റെ സെക്ഷനിലാണ്. നമ്മളെ ചിക്കൻ ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചിക്കൻ ഉണ്ട്. ഓക്കെ, ഇത് പണ്ട് എൻ്റെ ടാബിൽ നിന്ന് ഞാനിതിൽ എന്തൊക്കെയോ മിനിമിലിറ്റിയ ഗെയിമൊക്കെ ഞാൻ കളിക്കുകയായിരുന്നു സാംസങ്ങിൻ്റെത്. അപ്പം ഇപ്പം ഞാൻ ദിയമ്മോക്ക് ഇത് കൊടുത്തു. ഏത്? നിങ്ങൾക്ക് കണ്ണു കാണൂലേ? ഇത് നല്ലോണം ഇരുട്ടാണ്. ഇത് കേടു വന്നു. ഞാനും ദിയമോളും ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ് കാണാറ്. ഞാനും ഇങ്ങനെ ട്രൈപോഡിൽ വെച്ചിട്ട് കാണും. ഇവിടെ തന്നെ ഇരിക്കാറ്. ഇത് ദിയമോളുടെ സ്റ്റഡി ടേബിൾ ആണ്. ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഓൺലൈൻ ക്ലാസ് കാണാറ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ബുക്കൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ഫ്രണ്ട്സ്, എനിക്ക് പെഡിഗ്രിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പെഡിഗ്രിയൊക്കെ കഴിച്ച് ഞാൻ വെള്ളമൊക്കെ കൊടുത്തു. വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നിക്കിനെ കണ്ടു. എനിക്ക് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ഛനും അമ്മമ്മയും മാമിയും കുഞ്ഞാമ്മയും അപ്പുമാമനും എൻ്റെ ബർത്ത്ഡേക്ക് വരും. കുറച്ച് കഴിഞ്ഞിട്ട് വരും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് അവർ വരും. അപ്പം ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഇന്നേനെ അമ്മേൻ്റെ മൂക്കുത്തി എടുത്തിട്ടു ഫ്രണ്ട്സ്. പക്ഷെ ഇത് കുത്തേണ്ടതല്ല കേട്ടോ, കുത്തിയതല്ല ഞാൻ. അത് നിങ്ങൾക്കറിയാം, ഞാൻ കുത്തിയതല്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇതുണ്ട്, അതിൽ ഞാൻ ഇങ്ങനെ ആക്കിയ അമ്മേന്റെ മൂക്കുത്തിയാണിത്. അമ്മ വാങ്ങിയല്ലേ? ഈ മൂക്കുത്തി അമ്മേന്റെ കമ്മലും ഒരേ മാതിരി തന്നെ ആണ്. പിന്നെ കളറല്ല, മുത്തും ഒക്കെ. എന്തായി? നെയ്ച്ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. യെസ്, നെയ്ച്ചോറ് ഏകദേശം റെഡിയായി. ചിക്കൻ ഒന്നും ആയില്ല. ചിക്കൻ ഇവിടെ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, വെയില് പോയിട്ടുണ്ട്. ഇപ്പം മഴയാണ്, മൊത്തം മഴയല്ല, ചാറ്റൽ മഴയാണ്. വെയില് പോയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞാൻ അമ്മയ്ക്ക് ക്യാമറ കൈമാറുകയാണ്. ഹലോ, എവിടെ ബർത്ത്ഡേ കാരി? അത് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്കാണേ, അങ്ങോട്ടും അങ്ങനെ ഞങ്ങള് ദിയമോളുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ആദിമോന് വന്നിട്ട് ആദിമോ വാ, ഗിഫ്റ്റ് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറയണം. ഹാപ്പി ബർത്ത്ഡേ പറ.
ഹാപ്പി ബർത്ത്ഡേ പറ. താങ്ക് യു പറയാ മോളെ. താങ്ക് യു. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോണെന്ന്. പിന്നെ എന്തൊക്കെയാ പ്രോഗ്രാം? ഉച്ചക്ക് എന്താ ഫുഡ് എന്താ? നെയ്ച്ചോറാണ്. അതിമനെ നെയ്ച്ചോറ് ഇട്ടെന്ന്. ഓ അതിമന് മുട്ടായി ഒക്കെ എടുക്കാണ്. ചേച്ചിക്ക് കൊടുക്ക് മുട്ടായി ചേച്ചിക്ക് ചേച്ചി ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ ശ്രദ്ധ മുഴുവൻ പഠിപ്പിക്കും. നോക്കട്ടെ, എനിക്ക് ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഇറങ്ങി നോക്കുന്ന. വേണോ? മുട്ടായിണ്ട് കാര്യം. അപ്പം ഫ്രണ്ട്സ് എൻ്റെ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞു. 2 പീരീഡ് ഒരുമിച്ചായിരുന്നു. അപ്പോൾ 2 കഴിഞ്ഞു. ഇനി 1:30 ഒരെണ്ണം കൂടെ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞു. അമ്മമ്മ അവിടെ പപ്പടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹെയറാണിത്. എൻ്റെ വായിൽ മുട്ടുണ്ട്. ഒരു മുട്ടായിയാണ്. ഒരു കണ്ണുക ചോറിനാണോ കഴിച്ചേ? ദിയമോൾക്ക് വിശക്കുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോറ് കൊടുക്കാന്ന് വിചാരിച്ചു. അല്ല ദിയമോളെ എല്ലാരും വന്നതിൽ ഹാപ്പിയാണ്. നമ്മളെല്ലാരും ചോദിച്ച ആള് വന്നിട്ടുണ്ട്. കുറച്ച് വരാൻ താമസിച്ചു പോയി. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. അച്ഛൻ മോളിക്ക് പോയി നോക്കി എന്താ കുരക്കണേന്ന് അറിയാൻ വേണ്ടിട്ട്. അത് നോക്കണം എന്തായാലും. ക്യാമറ വരുമ്പോ ഇങ്ങനെയാ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കും ദിയമോക്ക് മാത്രമാണോന്നല്ല, ഇത് ഉണ്ണിമോക്കാണ് കൂടിയിട്ടാണ്. എനിക്കും ദിയമോക്കും കൂടി ഞാൻ ഒരു പ്ലേറ്റിലാണ് ചോറെടുക്കാറ്. ഞങ്ങൾ ഒരു പ്ലേറ്റിൽ ഉണ്ട്, ഒരു പായൽ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് ഞാനും ദിയമോളും. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വേറൊരു പ്ലേറ്റ് എടുത്തോളാം കഴിക്കും. അതെനിക്ക് ഇത് ദിയമോക്ക് വേണ്ടിട്ട് ഞാൻ കഴിക്കുന്നതാണ്. ദിയമോള് വരൂ. അതാണ് ആ കുട്ടി. ദിയമോള് ഒരു വാ കഴിക്കുമ്പോ ഞാൻ 4 വാ കഴിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. അത് ഉണ്ണിമോൾ കഴിക്കുന്നതായിരിക്കും. എത്ര പേർക്ക് വേണമെങ്കിലും കഴിക്കാൻ ഉണ്ണിമോൾ റെഡിയാണ്. അതെ, നമ്മളെ കാർട്ടൂൺകാരനും ഇവിടെ ഉണ്ട് കേട്ടോ. കാർട്ടൂൺകാരൻ ഇനി ഞാൻ അമ്മയ്ക്ക് പണിയൊന്നും കൊടുത്തില്ല. എന്നാലും അമ്മ പപ്പടെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞു. അതെ, നല്ല അടിപൊളി മഴയായിരുന്നു. ഇതാണ് നമ്മളെ പണിക്കാർ ഇവിടെ ഉണ്ട്. ഷീറ്റിടുന്ന ആള് അത് മമ്പാട്ടമുള്ള രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ വർക്കുകൾ എന്തുവാണെങ്കിലും രഞ്ജിത്തിനായിട്ട് ബന്ധപ്പെടുക. വളരെ കുറഞ്ഞ നിരക്കിൽ പൂക്കുടുംബ ഏരിയയിൽ അല്ല നിലമ്പൂർ ഏരിയയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എടുത്തിരുന്ന ആളാണ്. കാലയിൽ വിശന്നിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നിക്കിമോക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കാം. നിക്കി എന്റെ ശബ്ദം കേട്ടിട്ട് നേരത്തെ ഇവിടെ വന്ന് വെള്ളം ഇറക്കണുണ്ട്. You want rice? Come on. Sit. അപ്പൊ എന്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങാനായി. അപ്പൊ ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് കയറുകയാണ്. ഞങ്ങൾ കഴിക്കാൻ പോണേ. ഞങ്ങൾ ചോറിനാൻ വേണ്ടി പോവാണ്. നമ്മുടെ സെൽഫി അപ്പൊ ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ സെൽഫി എടുത്ത് കഴിക്കാറുണ്ട്. അറിയിക്കാൻ വേണ്ടി എന്തിനാട്ടെ. അല്ല ഇതാണ് നമ്മുടെ ലണ്ടനിലുള്ള അർജുമാമൻ. ഇന്നലത്തെ വീഡിയോയിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവും. നമ്മള് ചെടിയുടെ വീഡിയോയില് എന്താ മരിച്ചു പോയവരെ തിരിച്ചു വിളിക്കുന്ന ആളാണ്. അതെ, ലണ്ടനിലുള്ള അർജുമാമൻ. കണ്ടോ, ബുദ്ധിയാണ്. ബുദ്ധി തല നിറച്ച് ബുദ്ധിയാണ്. കണ്ടോ, ഇരിക്കണുണ്ടോ? ആ പൂജ
പൂജിച്ചോണ്ടിരിക്കാണ്. എന്താണ് ബിരിയാണിയാണോ? വെള്ളിയാഴ്ച മാത്രം ബിരിയാണി. അതെ, അച്ഛനത് പോലെയാ. ഇൻസ്റ്റയില് ലൈവ് പോവാണ്. ഇൻസ്റ്റയില് അബ്മാമന്റെ അക്കൗണ്ടില് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ദിയമോൾക്ക് എന്താ ബർത്ത്ഡേക്ക് ഇത് ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാൻ പോവാണ്. അപ്പം എടുത്തോളൂ. ഫസ്റ്റ് നമ്മളെ ബർത്ത്ഡേ തൊപ്പി വാങ്ങിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് തൊപ്പി വാങ്ങിയിട്ടുണ്ട്. എനിക്കൊരു കിരീടത്തിൻ്റെ ആണ് വാങ്ങിയത്. അപ്പോൾ അത് പെട്ടെന്ന് അഴിഞ്ഞു പോരുന്നുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു സ്റ്റിക്കേഴ്സും, പിന്നെ 2 ബലൂൺ വാങ്ങിയിട്ടുണ്ട്. അത് സ്വീറ്റ്സാണ്, മെലഡി സ്വീറ്റ്സാണ്. ഇത് ബലൂണ്, പിന്നെ 2 പാക്കറ്റ് ബലൂൺ വാങ്ങിയിട്ടുണ്ട്. തികയൂലെന്ന് വിചാരിച്ചിട്ട് ആണ്. ഇത് 5 എന്ന് എഴുതിയ 5th ബർത്ത്ഡേ ആണ്. അപ്പോൾ 5 എന്ന് എഴുതിയ ഒരു ബലൂണുണ്ട്. ഇതെന്താ ഫോയിൽ ബലൂണാണിത്. ഒരു ഗോൾഡൻ കളർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഫ്രണ്ട്സ്, പപ്പ എന്താ 5 എന്നുള്ള ഫോയിൽ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 5 തിരിച്ച 5ൻ്റെ 5. ഇത് 2. അതാ അത് 2 ആക്കാലോ അല്ലേ? അപ്പൊ നമ്മളെ കേക്കുമായിട്ട് ദേവ് വന്നിരിക്കുന്നു. കാക്കോ ഇവിടെ ദേവമോളിതാക്കി ക്രീം തിന്നാൻ തുടങ്ങി കട്ടിങ്ങിന് മുമ്പ്. അതുകൊണ്ട് പൊട്ടുന്നില്ല. ഞമ്മള് ഒറ്റക്ക് തിന്നാണ്. എല്ലാരും കൊടുക്കുക, ഓരോ കഷ്ണം അടിയെടുത്ത കൊടുക്കൂലേ? മൈ ഗോഡ്. ആർക്കാ? സബ്സ്ക്രൈബേഴ്സിനാണ് ആദ്യം കൊടുത്തത്. കൊടുക്കുക, എല്ലാവരും കൊടുക്കുക. കൊടുക്കേ അവിടെ നിന്ന് ആ വാതിലെടുത്തൊന്നുമില്ല. അപ്പൊ ഫ്രണ്ട്സ്, ദിയമോക്കുള്ള പ്രസന്റ് ആണ്, ഗിഫ്റ്റ് ആണ് ഇത്. ഇതൊരു ഗിഫ്റ്റ് ഉണ്ട്, പിന്നെ ഇത് നിറച്ചുണ്ട്. അപ്പം നമുക്ക് ദിയമോക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. അവളെ റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോട്ടെ. എന്താ ചാടണം? എന്താണ് കഴിഞ്ഞ പ്രാവശ്യം
നമ്മളുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്